അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാം സ്കന്ധം 17-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. പിത്രാദിസേവിതം ദേശം സമൃദ്ധം പാവനം കില ത്യക്ത്വാ ദേശാന്തരേനാര്യേ ഗതവാൻ സ കഥം ഹരി. കുലം ച ദ്വിജശാപേന കഥമുത്സാദിതം ഹരേ. ഭാരാവതാരണം കൃത്വാ വാസുദേവഃ സനാതന. ദേഹം മുമോച തരസാ ജഗാമ ച ദിവം ഹരി. പാപിഷ്ഠാനാം ച ഭാരേണ വ്യാകുലാഭൂച്ച മേദിനി. തേ ഹതാ വാസുദേവേന പാർത്ഥേനാമിതകർമ്മണ. ലുണ്ഠിതായൈർഹരേ പത്ന്യസ്തേ കഥം ന നിപാതിതാം. ഭീഷ്മോ ദ്രോണസ്തഥാ കർണോ ബാഹ്ലീകോപ്യഥ പാർത്ഥിവ. വൈരാടോഥ വികർണശ്ച ധൃഷ്ടദ്യുമ്നശ്ച പാർത്ഥിവ. സോമദത്താദയഃ സർവേ നിഹതാ സമരേ നൃപ. തേഷാമുത്താരിതോ ഭാരശ്ചൗരാണാം ന ഹൃതഃ കഥം. കൃഷ്ണപത്ന്യ കഥം ദുഃഖം പ്രാപ്താ പ്രാന്തേ പതിവ്രത. സന്ദേഹോയം മുനിശ്രേഷ്ഠ ചിത്തേ മേ പരിവർത്തത്തെ. വസുദേവസ്തു ധർമാത്മാ പുത്രദുഃഖേന താപിതാ. ത്യക്തവാൻ സ കഥം പ്രാണാനപമൃത്യും ജഗാമഃ. പാണ്ഡവാ ധർമ്മസംയുക്താ കൃഷ്ണേ ച നിരതാ സദാ. തേ കഥം ദുഃഖഭോക്താരോ ഹ്യഭവൻ മുനിസത്തമാ.
ദ്രൗപദീ ച മഹാഭാഗാ കഥം ദുഃഖസ്യ ഭാഗിനി വേദീമധ്യാച്ച സഞ്ജാതാ ലക്ഷ്മ്യംശ സംഭവാ കില സഭായാം ച സമാനീതാ രജോ ദോഷ സമന്വിതാ ബാലാ ദുശാസനേനാഥ കേശഗ്രഹണകർഷിതാ പീഡിതാ സിന്ധുരാജ്ഞാധ വനമധ്യഗതാ സതി തഥൈവ കീചകേനാപി പീഡിതാ രുദതി ഭൃശം പുത്രാ പഞ്ചൈവ തസ്യാസ്തു നിഹതാ ദ്രൗണിനാ ഗൃഹേ സുഭദ്രായാ സുതോ യുദ്ധേ ബാല ഏവ നിപാതിതാ തഥാ ച ദേവകീ പുത്രാ ഷട്കംസേന നിഷൂദിതാ സമർത്ഥേനാഭിഹരിണാ ദൈവേന കൃതമന്യഥാ യാദവാനാം യഥാ ശാപ പ്രഭാസേ നിധനം പുനാ കുലക്ഷയസ്തഥാ തീവ്രസ്തത്പത്നീനാം ച ലുണ്ഠനം സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 17-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പിതാക്കന്മാർ ബാണസ്ഥലം ശ്രേഷ്ഠതരമാണെങ്കിലും പോയതെന്തേ ഹരി അന്യദേശങ്ങൾ തേടി. ഹരിവംശം വിപ്രശാപം മൂലം നശിച്ചതെങ്കിനെ ഭൂഭാരത്തെ ഇല്ലാതാക്കി സനാതനനാം ഹരിദേഹമുപേക്ഷിച്ചു സ്വർഗത്തിലേക്കു പോയല്ലോ. പാപികൾ തൻ ഭാരം മൂലം ഭൂമി ദുഃഖിച്ച നേരത്തല്ലോ ഹരി ജിഷ്ണുവൊത്തു അവരെയൊതുക്കി ഹരിപത്നി രക്ഷ ചെയ്യാൻ കഴിഞ്ഞുമില്ല. നാരായണ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭീഷ്മർ, ദ്രോണർ, കർണൻ, പിന്നെ ബാഹ്ലീകനും വിരാടനും വികർണനും അതുപോലെ ധൃഷ്ടദ്യുമ്നനും സോമദത്താദികളെല്ലാം യുദ്ധത്തിങ്കൽ കൊല്ലപ്പെട്ടു. ആ കള്ളന്മാരുടെ ഭാരം തീരാഞ്ഞതെന്തേ? എന്തുകൊണ്ടു പതിവ്രതകളാം കൃഷ്ണപത്നിമാർക്കു അന്ത്യത്തിങ്കൽ ദുഃഖം വന്നു സംശയമുണ്ട്. നാരായണ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധർമാത്മാവാം വസുദേവൻ പുത്രദുഃഖം കൊണ്ടു നീറി പ്രാണൻ ത്യജിക്കേണ്ടി വന്നു പറഞ്ഞിടണേ. പാണ്ഡവന്മാർ സദാ കൃഷ്ണ ചിന്തയിൽ മുഴുകിയവർ പിന്നെന്തേ അവർക്കും ദുഃഖം വന്നു ചേർന്നത്?
അമ്മേ ശരണം. ലക്ഷ്മിയുടെ അംശമായ ദ്രൗപദി വേദി മധ്യത്തിൽ നിന്നുണ്ടായി. അവൾക്കും ദുഃഖാനുഭവം താൻ. രജസ്വലയാമവളെ ദുശാസനൻ മുടിയിലായി പിടിച്ചു വലിച്ചു സഭയിലേക്കെത്തിച്ചു. വനമധ്യേ സിന്ധുരാജൻ അവളെ പീഡിപ്പിച്ചില്ലേ. കീചകന്റെ ശല്യം കൊണ്ടു കരഞ്ഞുമില്ലേ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവളുടെ 5 മക്കൾ ദ്രൗണിയാലെ മരിച്ചില്ലേ. സുഭദ്രജൻ ബാല്യത്തിലെ കൊല്ലപ്പെട്ടില്ലേ. ദേവഗീതൻ 6 പുത്രന്മാരെ കംസൻ വധിച്ചില്ലേ. ദേവൻ ഹരിക്കെന്തേ വിധി മാറ്റാനായില്ല. യാദവ ശാപവും പ്രഭാസത്തിലെ നാശവും കുലനാശവും ഒഴിവാക്കിടാൻ കഴിഞ്ഞതില്ലേ. നാരായണ കൃഷ്ണ ഹരേ നാരായണ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെന്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 385 ദിവസം. ഇന്ന് 4-ാമത്തെ സ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിച്ച് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. ഇവിടെ ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനമേജയൻ്റെ ചോദ്യത്തിന് മറുപടിയായി കൃഷ്ണാവതാരത്തെക്കുറിച്ച് പറയുകയാണ്. ഇതാ വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തത്, എന്തൊക്കെയാണ് ഭഗവാൻ ലീലകളാടിയത്. പിത്രാദിസേവിതം ദേശം സമൃദ്ധം പാവനം കില ത്യക്വാ ദേശാന്തരേനാര്യെ ഗതവാൻ സ കഥം ഹരി. പിതാക്കന്മാർ വാണിരുന്ന അല്ലെങ്കിൽ അവർ വേണ്ട പോലെ ജീവിച്ചിരുന്ന ആ നാട് ഐശ്വര്യസമൃദ്ധമാണ്, പരിപാവനമാണ്, പവിത്രമാണ്.
അതുപേക്ഷിച്ച് തെക്വാ ദേശാന്തരേനാജിയെ അതുപേക്ഷിച്ച് ഹരി സ കഥം ഹരി ഗതവാൻ ശ്രേഷ്ഠന്മാർ ഇല്ലാത്ത അനാര്യന്മാർ നിറഞ്ഞ അന്യദേശത്തേക്ക് പോയത് എന്തുകൊണ്ടാണ്? കുലം ച ദ്വിജശാപേന കഥമുത്സാദിതം ഹരേ ഭാരാവതാരണം കൃത്വാ വാസുദേവ സനാതന. ഹരിയുടെ വംശം ബ്രാഹ്മണശാപം കൊണ്ട് നശിച്ചതെങ്ങനെയാണ്? ഭൂഭാരം ഇല്ലാതാക്കിയിട്ട് സനാതനനും വാസുദേവനുമായിരിക്കുന്ന ആ ഹരി ദേഹം മുമോച തരസാ ജഗാമച ദിവം ഹരി. ഹരി ദേഹം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് ദിവം ഗത. നമ്മൾ പറയാറില്ലേ ദിവംഗതനായി. ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗം. അപ്പൊ ദിവംഗതനായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയി മരിച്ചുപോയി അല്ലേ? അപ്പോ ബ്രാഹ്മണ ശാപം മൂലം നശിച്ചതെങ്ങനെയാണ്? ഭഗവാൻ ദേഹം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി. പാപിഷ്ഠന്മാരുടെ ഭാരം കൊണ്ട് ഭൂമി വ്യാകുലമായി തീർന്നപ്പോൾ പാപിഷ്ഠാനം ച ഭാരേണ വ്യാകുലാഭൂച്ച മേദിനി തേ ഹത വാസുദേവേന പാർത്ഥേനാമിത കർമ്മണ. വാസുദേവനും പരാക്രമിയുമായിരിക്കുന്ന പാർത്ഥനും ചേർന്ന് അവരെ മുഴുവൻ ഇല്ലാതെയാക്കി. ലുണ്ഠിതായേർ ഹരേ പത്ന്യസ്തേ കഥം ന നിപാതിത. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹരിപത്നിമാരെ കൊള്ള ചെയ്തവരെ വീഴ്ത്താൻ എന്തുകൊണ്ട് ആ അർജുനന് സാധിച്ചില്ല? ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയപ്പോൾ അർജുനോട് കൂടിയുള്ള ആ ഭഗവത് പത്നിമാരെ രക്ഷിക്കാൻ അർജുനന് സാധിച്ചില്ല എന്ന് പറയാറുണ്ട് അല്ലേ? ഭീഷ്മോ ദ്രോണസ്തഥാ കർണോ ബാഹ്ളീകോ അപ്യഥ പാർത്ഥിവ വൈരാടോധ വികർണശ്ച ധൃഷ്ടദ്യുമ്നശ്ച പാർത്ഥിവ സോമദത്താദയ സർവേ നിഹതാ സമരേ നൃപ. ഭീഷ്മര്, ദ്രോണർ, കർണൻ, ബാഹ്ളീകൻ, അതേപോലെ തന്നെ വിരാടരാജാവ് വിരാടരാജാവ്, വികർണൻ, ധൃഷ്ടദ്യുമ്നൻ, സോമദത്തൻ തുടങ്ങിയ എല്ലാവരും സർവേ നിഹതാ സമരേ നൃപ. അവരെല്ലാവരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവരുടെ ഭാരം അങ്ങനെ ഇല്ലാതായി. തേഷാം ഉത്താരിതോ ഭാരശ്ചൗരാണാം ന ഹൃതകഥം. എന്നാൽ ആ കള്ളന്മാരുടെ, ഈ കൊള്ള നടത്തിയവരുടെ അവരുടെ ഭാരം ഇല്ലാതാക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? കൃഷ്ണപത്ന്യ കഥം ദുഃഖം പ്രാപ്ത പ്രാന്തേ പതിവ്രത. എന്തുകൊണ്ടാണ് പതിവ്രതകളായിരിക്കുന്ന സതീരത്നങ്ങളായിരിക്കുന്ന കൃഷ്ണപത്നിമാർക്ക് ഒടുക്കത്തിൽ ഇങ്ങനെ വലിയൊരു ദുഃഖം വന്നു ചേർന്നത്? ഹേ മുനിശ്രേഷ്ഠ, സന്ദേഹോയം മുനിശ്രേഷ്ഠ, എനിക്ക് വലിയ സംശയമുണ്ട്. എൻ്റെ ഈ സംശയം ചിത്തേമേ പരിവർത്തത്തെ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് ഇളകുന്നു. വസുദേവസ്തു ധർമാത്മാ, ധർമാത്മാവാണ് വസുദേവര് അല്ലേ? പുത്രദുഃഖേന താപിത, പുത്രദുഃഖം കൊണ്ട് തപിച്ച് നീറി അദ്ദേഹം ത്യക്തവാൻസ കഥം പ്രാണാൻ അപമൃത്യും ജഗാമഹ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പുത്രദുഃഖത്തിൽ തൻ്റെ ആ പ്രാണനെ ത്യജിക്കേണ്ടി വന്നത്? എന്തുകൊണ്ട്? പാണ്ഡവ ധർമ്മസംയുക്ത, പാണ്ഡവന്മാര് ധർമാത്മാക്കളാണ്, ധർമ്മത്തോടു കൂടിയവരാണ്. കൃഷ്ണേച്ച നിരത സദാ, അതേപോലെ അവര് കൃഷ്ണചിന്തയിൽ സദാ മുഴുകിയ ആളുകളാണ്. തേ കഥം ദുഃഖഭോക്താരോഹ്യ ഭവൻ മുനിസത്തമ, എന്തുകൊണ്ടാണ് അവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? അപ്പൊ ധർമാത്മാക്കളായിട്ടുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ, ഈശ്വര സ്മരണയുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? ദ്രൗപദീജ മഹാഭാഗ കഥം ദുഃഖസ്യ ഭാഗിനി വേദീമധ്യാച്ച സംജാത ലക്ഷ്മി അംശസംഭവാക്കില. ലക്ഷ്മിയുടെ അംശമാണ്, ലക്ഷ്മിയുടെ അംശസംഭൂതയാണ് ദ്രൗപദി. മഹാഭാഗയായ ഭാഗ്യവതിയായിരിക്കുന്ന ദ്രൗപദിയും വേദീമധ്യത്തിൽ നിന്ന് ജനിച്ചവളാണ് എന്ന് കേട്ടിട്ടുണ്ട്. അവൾക്കും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. കഥം ദുഃഖസ്യ ഭാഗിനി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് പോലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? ജനമേജയന്റെ ചോദ്യങ്ങൾ തുടരുകയാണ്. സഭായാം ച സമാനീത രജോദോഷ സമന്യുത, രജസ്വലയായ ആ പെൺകുട്ടിയെ, ആ ദ്രൗപദിയെ ബാലാ ദുശാസനേനാഥ കേശഗ്രഹണ കർഷിത, ദുശാസനൻ
കേശത്തിൽ പിടിച്ചുകൊണ്ട് തലമുടിയിൽ പിടിച്ചു വലിച്ച് ഇഴച്ച് ആ രജസ്വലയായ ദ്രൗപദിയെ സഭാമധ്യത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? പീഡിത സിന്ധുരാജ്ഞാഥ വനമധ്യഗതാ സതി തഥൈവ കീചകേനാപി പീഡിത രുദതി ഭൃശം. വനമധ്യത്തിൽ വെച്ച് സിന്ധുരാജാവ് ആ ജയദ്രഥൻ അവളെ പീഡിപ്പിച്ചില്ലേ? അപ്പോ പിന്നെ കീചകന്റെ ശല്യം കൊണ്ട് അവൾ വാവിട്ട് കരഞ്ഞില്ലേ? ചോദിക്കുകയാണ്. തഥൈവ കീചകേനാപി പീഡിത രുദതി ഭൃശം പുത്ര പഞ്ചൈവ തസ്യാസ്തു നിഹത ദ്രൗണിനാ ഗൃഹേ. ഗൃഹത്തിൽ വെച്ച് ആ പാഞ്ചാലിയുടെ 5 പുത്രന്മാര് ദ്രൗണിയാൽ ഗൃഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ടില്ലേ? അശ്വത്ഥാമാവ് കൊന്നില്ലേ? ദ്രോണപുത്രനാണ്, അതുകൊണ്ട് ദ്രൗണി. സുഭദ്രായ സുതോ യുദ്ധേ ബാല ഏവ നിപാതിത. സുഭദ്രയുടെ പുത്രൻ ആരാത്? ബാലനായിരിക്കുമ്പോ തന്നെ യുദ്ധത്തിൽ മൃതി അടഞ്ഞു, അഭിമന്യു അല്ലേ? അപ്പോ തഥാച ദേവകീപുത്ര ഷഡ് കംസേന നിഷൂദിത. ദേവകീപുത്രന്മാര് 6 പേര് കംസനാൽ കൊല്ലപ്പെട്ടു. സമർത്ഥേനാഭിഹരിണ ദൈവേന കൃതമന്യഥ. എന്തുകൊണ്ട് സമർത്ഥനായ ആ ഹരിക്ക് വിധിവിഹിതത്തെ, ആ വിധിയെ തടുക്കാനായിട്ട് സാധിച്ചില്ല, മാറ്റാനായിട്ട് സാധിച്ചില്ല. അത്ഭുതം, അത്ഭുതം. യാദവാനാം യഥാശാപ പ്രഭാസേ നിധനം പുന കുലക്ഷയസ്തഥാ തീവ്രസ്തൽപത്നീനാം ച ലുണ്ഠനം. യാദവന്മാർക്ക് കിട്ടിയ ശാപം, പ്രഭാസത്തിൽ വെച്ച് അവർക്കുണ്ടായ നാശം, ആ ഋഷീശ്വരന്മാരെ കളിയാക്കിയപ്പോഴാണ് മുസലം കുലനാശനം എന്ന് പറഞ്ഞ് അവർ ശപിച്ചത് അല്ലേ? അപ്പോ ആ ഭയങ്കരമായ കുലനാശം, അതേപോലെ തന്നെ യാദവന്മാർക്ക് കിട്ടിയ ശാപം, കൃഷ്ണപത്നിമാരുടെ പീഡിക്കപ്പെടല്, തത് പത്നീനാം ച ലുണ്ഠനം, അതൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്, ആ ഭഗവാന് ഒഴിവാക്കാൻ സാധിക്കാതെ പോയത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.